എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതുപോലെ സ്ട്രൈറ്റ് പാൻറ്റിന് പോക്കറ്റ് വെക്കുന്നതാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ ഈ ഒരു പാൻറ്റ് വെട്ടുമ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടാണ് വെട്ടുക. ബാക്ക് പീസ് വീതി കൂടുതലുണ്ടായിരിക്കും, ഫ്രണ്ട് പീസ് നമ്മൾ കുറച്ച് വീതി കുറച്ചാണ് വെട്ടുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ആദ്യം ഇതിൻ്റെ കർവുള്ള ഭാഗം അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു മടക്കിയിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ലോക്ക് മെഷീൻ ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലെ അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിട്ടു പോവില്ല. കണ്ടോ, ഇതുപോലെ അടിച്ചതിന് ശേഷം നമ്മളെപ്പോഴും ഡബിൾ സ്റ്റിച്ചിട്ട് അടിച്ച് കൊടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇതുപോലെ അടിച്ചെടുത്താൽ നമുക്ക് പോക്കറ്റ് വരുന്ന ഭാഗം വലത് ഭാഗം നമുക്ക് മാറിപ്പോവില്ല. അതിനാണ് ഞാൻ ആദ്യം ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് പോക്കറ്റിൻ്റെ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇലാസ്റ്റിക് വരുന്ന ഭാഗം ഒന്ന് മടക്കി പിടിച്ച് നോക്കാം. അതിന് ശേഷമാണ് നമ്മൾ കണ്ടോ ഒരു 2 ഇഞ്ച് പോക്കറ്റിന് ഇറക്കത്തിലാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് അളവെടുക്കുമ്പോൾ മടങ്ങാനുള്ള ഭാഗം കഴിഞ്ഞിട്ട് നമ്മൾ 2 ഇഞ്ച് ഇറക്കത്തിൽ വെട്ടിയിട്ട് നമ്മൾ നമ്മുടെ കയ്യിൻ്റെ അളവ് ഭാഗമാക്കിയിട്ട് വേണം വെക്കാൻ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് വെക്കുന്ന രീതിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ പാൻറ്റ് വെട്ടിയെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു പീസ് തുണിയാണ്. അപ്പോൾ 2 പീസായിട്ടാണ് വെട്ടിയെടുക്കുന്നത്. ഇതുപോലെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് വരുമ്പോൾ പോക്കറ്റിൻ്റെ തുമ്പ് അതിനുള്ളിൽ അടിച്ച് മറിഞ്ഞ് പോകുന്ന രീതിയിലാണ് നമ്മളിത് കയറ്റി വെക്കേണ്ടത്. അതിനുശേഷം നമുക്കിവിടെ വെട്ടിട്ട് കൊടുത്ത ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. നമുക്ക് മുകളിൽ അടിച്ച് വരുമ്പോൾ തെറ്റിപ്പോവാതിരിക്കാനാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് വീതി ഇട്ടിട്ട് ഇതുപോലെ നമ്മൾ കെട്ടിട്ട് അടിച്ചിട്ട് തിരിച്ച് സ്ട്രൈറ്റായിട്ട് അടിച്ച് എവിടെയാണ് നിർത്തേണ്ടത് അവിടെ നിർത്തിയിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് നിർത്തണം. കണ്ടോ, അപ്പോൾ അതിന് ശേഷം നമ്മളിത് ചെരിച്ച് വെട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും ഇത് മടങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചെരുവിൽ വെട്ടി കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് ഉള്ളിലേക്ക് മറിച്ച് കൊടുക്കാം. മറിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ തുമ്പ് കറക്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. മുകളിലൂടെ നല്ല ശരിക്കും പിടിച്ചിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് പതിഞ്ഞ് അവിടെ ഇരുന്നോളും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് കണ്ടോ ഇതുപോലെ അടിച്ച് നിർത്താം. ഇത് കണ്ടില്ലേ, നമ്മൾ കൈയിടുന്ന ഭാഗമാണ് പോക്കറ്റിലേക്ക്. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. ഇത് നമുക്ക് ഇവിടെ തുണി വെച്ചിട്ട് അടിക്കണം. അപ്പോൾ അടി നമുക്ക് ഉള്ളിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ തിരിച്ചിട്ടതിന് ശേഷം അവിടെ നമ്മൾ കർവ് വരുന്ന ഭാഗം ഒപ്പം വെച്ച് മുകളിലും കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഒരു മടക്കിൽ തന്നെയാണ് മടക്കി കൊടുക്കുന്നത്. പെട്ടെന്ന് ഇത് ഊരിപ്പോകുന്ന തുണിയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് സ്വീകരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോക്കറ്റിൽ നിന്നല്ല എന്ത് തുണി നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തടിച്ചാലും നല്ല ഉറപ്പോടുകൂടി ഭംഗിയോടുകൂടി നമുക്കിത് അവർക്ക് കൂടുതൽ കാലം ഉപയോഗിക്കാൻ പറ്റും, വിട്ടുപോവാതെ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ നന്നായി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വർക്ക് എന്നും നമുക്ക് തന്നെ കിട്ടും. അവരെ വർക്ക് നമുക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരെ വർക്ക് വീണ്ടും നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ നല്ല വൃത്തിയിൽ ചെയ്ത് കൊടുക്കണം പണി ചെയ്യുമ്പോൾ. അപ്പോൾ കണ്ടോ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ രണ്ട് പീസും കൂടെ വരുന്ന പീസിനെ ഇതിന് തുമ്പിനോട് അടിയിട്ട് അവിടെ പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു ബാക്കിലെ പീസ് വെച്ച് വരുമ്പോൾ അത് നീങ്ങിപ്പോവില്ല അങ്ങനെ വരുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇത് ഒറ്റ പീസിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, ചെയ്ത് മനസ്സിലായി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ സിമ്പിളായി ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരുന്നത്. കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മൾ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൈയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഇറക്കത്തോട് കൂടിയിട്ടാണ് പോക്കറ്റ് വെച്ചത്. ഇപ്പോൾ മൊബൈലൊക്കെ ഇടാനൊക്കെ എല്ലാവരും ഇതുപോലെ പാൻറ്റിന് പോക്കറ്റ് പറഞ്ഞ് വെപ്പിക്കുകയാണ് ചെയ്യുക. ഒരു പോക്കറ്റ് ഉണ്ടെങ്കിൽ നല്ല സുഖമാണ്. നമുക്ക് പെട്ടെന്നൊരു പേഴ്സ് ഇടാനും മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് വേഗം മൊബൈൽ കയ്യിൽ വെക്കാനൊക്കെ സുഖമാണ്. എപ്പോഴും ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതുപോലെ ബാക്കിലെ പീസ് വെച്ച് വരുമ്പോൾ ഇതുപോലെ വേണം തയ്ച്ച് കൊടുക്കാൻ. തുമ്പിന് കടക്കെട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ തുമ്പ് വെച്ചത് കുടുങ്ങാതിരിക്കാൻ നമ്മൾ വിരൽ വെച്ചിട്ട് അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ തുമ്പ് വരുന്നിടത്ത് പിന്നെ ഒന്ന് കെട്ടിട്ടതിന് ശേഷം കാലിൻ്റെ താഴത്തേക്ക് അടിച്ച് പോകണം. അങ്ങനെയാണ് നമുക്ക് തയ്ച്ചെടുക്കേണ്ടത്. തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് നോക്കാം. കണ്ടില്ലേ,
അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ പോക്കറ്റ് റെഡി ആയിട്ട് കിട്ടുക. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളും ഇതുപോലെ തയ്ച്ചെടുക്കാം. ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് പോക്കറ്റ് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അപ്പോൾ ഇതിന് ഒരു ഭാഗത്താണ് പോക്കറ്റ് വെച്ച്, ഇതുപോലെ നമുക്ക് 2 ഭാഗത്തും പോക്കറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി 2 ഭാഗത്തൊന്നും നമുക്ക് വെക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്തെങ്കിലും പോക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നവർക്ക് വളരെ ഉപകാരമായിരിക്കും. ഫോണൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നല്ല സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു ഭാഗത്തെങ്കിലും നിങ്ങൾ പോക്കറ്റ് വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക. നല്ല നല്ല വീഡിയോ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത്. വീണ്ടും നല്ല വീഡിയോയുമായി വരാം. ബായ്.